ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലെ ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഗ്ലോബൽ വില്ലേജ് ദുബായിലുള്ള എല്ലാ ആളുകളും തന്നെ കണ്ടിട്ടുണ്ട്. ദുബായിലുള്ള ആളുകൾ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയും നാട്ടിലുള്ള മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ദുബായിലെ ഗ്ലോബൽ വില്ലേജിനുള്ളിൽ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഇതാണ് ഗ്ലോബൽ വില്ലേജ് ഒരു എൻട്രി. ഗ്ലോബൽ വില്ലേജിന് ധാരാളം എൻട്രികളുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് പറയട്ടെ, കാർ പാർക്കിംഗ് ഇവിടെ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇതിനുള്ളിൽ തന്നെ ഏകദേശം 18,300 കാറുകൾ പാർക്ക് ചെയ്യാം. കൂടാതെ VIP പാർക്കിംഗ് ഉണ്ട്, അതിന് ഫീസുണ്ട്. ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എവിടെയാണെന്നുള്ളതിനെ പറ്റിയും ഇതിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് റിഡക്ഷൻ കിട്ടി. ആ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ പറയും. അതിനു മുമ്പായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജ് ഏകദേശം അടയ്ക്കാൻ പോവുകയാണ്. ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് അടയ്ക്കുന്നത്. ഒക്ടോബർ മാസത്തോടെ ഇത് ഓപ്പൺ ആക്കും. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തോടെ ഇത് അടയ്ക്കും. പക്ഷേ ഈ വർഷം ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മെയ് 5-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിർദ്ദേശം നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫെസിലിറ്റി പരമാവധി കണ്ടിട്ടില്ലാത്ത ആളുകൾ ഉപയോഗിക്കുക. നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പോവുക. മറ്റുള്ള വീഡിയോകളെ അപേക്ഷിച്ച് ഞാൻ ആദ്യമേ തന്നെ ടിപ്സ് പറയുകയാണ്. നമ്മളെല്ലാ വീഡിയോ ചെയ്യുമ്പോഴും ടിപ്സ് പറയാറുണ്ട്. ഈ വർഷം ഈ ഏപ്രിൽ 28-ാം തീയതി മുതൽ കുട്ടികൾക്ക് ബിലോ 12 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള കുട്ടികൾക്ക്, അതായത് 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തികച്ചും സൗജന്യമാണ് ഇതിൻ്റെ എൻട്രി. അതുപോലെ തന്നെ ഏജ് സീനിയർ സിറ്റിസൺ, ഏജ് 65 ഇയേഴ്സ് ആൻഡ് എബോവ് ഉള്ളവർക്കും ആളുകൾക്കും ഇതിനുള്ളിൽ പ്രവേശനം തികച്ചും ഫ്രീ ആണ്. ഇതാണ് എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ള ടിപ്സ്. നമ്മളെല്ലാ വീഡിയോ ചെയ്യുമ്പോഴും ടിപ്സ് ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെല്ലാ വീഡിയോകൾക്കും കുറച്ച് ക്ലൂസും ടിപ്സും എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി എടുത്ത കാഴ്ചകളെല്ലാം കാണാം. ഞങ്ങൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു, ഇതിനുള്ളിൽ പ്രവേശിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ക്യൂ നിൽക്കേണ്ട വന്നില്ല. പബ്ലിക് ഹോളിഡേയ്സിനാണ് വന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഇവിടെ വീക്കെൻഡ്സിലും പബ്ലിക് ഹോളിഡേയ്സിലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ സെക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, ഗ്ലോബൽ വില്ലേജിനെ മെയിനായിട്ട് 4 തിരിച്ചിട്ടുണ്ട്. 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ സെക്ഷനാണ് പവലിയന്, സെക്കൻഡ് സെക്ഷനാണ് ഇവൻറ്റ്സ് എന്ന് പറയും, തേർഡ് സെക്ഷനാണ് കാർണിവൽ, ഫോർത്ത് സെക്ഷനാണ് ഫുഡ് ആൻഡ് ഷോപ്പിംഗ്. അങ്ങനെയാണ് ഇതിനകത്ത് തിരിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ ഏകദേശം 19 രാജ്യങ്ങളുടെ പവലിയൻസ് ഉണ്ട്. അവരുടെ ടേസ്റ്റുള്ള ഫുഡുകൾ കഴിക്കാം, നമുക്ക് ക്ലോത്ത്സ് വാങ്ങാം. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഈ വീഡിയോയിലൂടെ ഞാൻ പരമാവധി എല്ലാ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റും തികച്ചും ഒരു വാക്കിംഗ് ടൂറാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് വരികയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, ഒരു 10-15 കാര്യങ്ങൾ മിനിമം ചെയ്തിരിക്കണം. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ലാർജ് പ്ലേ ഏരിയ തന്നെ ഉണ്ട്. അതുപോലെ ടർക്കിഷ് ഐസ്ക്രീം കൊണ്ടുള്ള ഒരു പ്ലേ ഉണ്ട്. അത് കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ഡാൻസിങ് ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ലൈറ്റ്സ് കൊണ്ട് ഉള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് എക്സ്ട്രാ പേ ചെയ്യണം. ഓരോ റൈഡുകൾക്കും എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ UAE ട്രഡീഷണൽ ഫുഡായിട്ടുള്ള ലുഗാമാറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു ഉണ്ണിയപ്പം പോലത്തെ ഒരു സാധനമാണ്. അതിൻ്റെ അകത്ത് ഹണിയൊക്കെ ഇട്ട് തരുന്നത്. അത് നിങ്ങൾ ഉറപ്പായിട്ടും ടേസ്റ്റ് ചെയ്യണം. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡ്രസ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒത്തിരി തുകയൊന്നും ആകത്തില്ല. ഞാൻ ഇന്ത്യൻ ഭവനിൽ കയറിയിട്ട് മറ്റുള്ള കടകളിലെ UAE മറ്റുള്ള കടകളിലെ പോലെ തന്നെ ചീപ്പായിട്ട് തന്നെ എനിക്ക് കുറച്ച് സാധനം വാങ്ങാൻ പറ്റി. എസ്പെഷ്യലി കുട്ടികൾക്ക് ഇയറിങ്സ്, വള, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങാൻ പറ്റി. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ പാകിസ്ഥാൻ പവലിയനിൽ കയറുകയാണെങ്കിൽ ചീപ്പായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാൻ സാധിക്കും. ഇന്ത്യൻ ഭവനുകളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒത്തിരി ഉണ്ട്. പിന്നെ ഗോൾഡിൻ്റെ ഒരു ഏരിയ ഉണ്ട്. വെറൈറ്റീസ് ഓഫ് ഗോൾഡ് ഐറ്റംസ് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇന്ത്യൻ ഭവനിൽ മാത്രമല്ല, ചൈന, ജപ്പാൻ, മലേഷ്യ, അമേരിക്ക, അങ്ങനെ ഒരു വലിയ ഒരു നിര തന്നെയാണ് ഇതിനുള്ളിൽ തന്നെ ഉള്ളത്. നിങ്ങൾക്കിപ്പം കാണാൻ സാധിക്കും, വിവിധങ്ങളായ രാജ്യങ്ങളുടെ പവലിയനുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ പവലിയനുള്ളിൽ തന്നെയും ചെറിയ സ്റ്റേജുകളുണ്ട്. അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് റോഡ്സ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ആണ് കാണിക്കുന്നത്. ഇതിനുള്ളിൽ ഏഷ്യയിലുള്ള രാജ്യങ്ങളിലെല്ലാം നിങ്ങൾ കാണാൻ സാധിക്കും.
അതിന് പുറത്തേക്ക് ഇറങ്ങിയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ റൈഡുകളുണ്ട്, റൈറ്റ് സൈഡിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലതുവശത്തായിട്ട് ഒരു വലിയ സ്റ്റേജ് ഷോയ്ക്കായിട്ടുള്ള ഒരു വലിയ മെയിൻ സ്റ്റേജ് ഉണ്ട്. അവിടെയാണ് എല്ലാ മെയിൻ ഫംഗ്ഷനുകളിലും നടക്കുക. ഈ ഞാൻ പറഞ്ഞു ഓരോ ചെറിയ ചെറിയ റൈഡുകൾക്കും നമുക്ക് എക്സ്ട്രാ പേ ചെയ്യണം. നേരത്തെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു, അപ്പം നമ്മൾ നടന്ന് മടുക്കുമായിരുന്നു. ആദ്യമേ തന്നെ നമ്മൾ കയറിയപ്പോൾ ഇന്ത്യൻ പവലിയൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു റെൻ്റലായിട്ട് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. ആ സ്ഥലത്ത് നമ്മുടെ ബാഗ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാറിനുള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വരാം. ഇനി കാറില്ലാത്ത ആളുകളാണ്, അല്ലാതെ ബസ്സിലോ മറ്റ് ഫെസിലിറ്റീസിലാണ് വന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബാഗ് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് റെൻ്റലായിട്ട് കുഞ്ഞുങ്ങളെ തള്ളിക്കൊണ്ട് പോകാനുള്ള സൈക്കിള്, അതുപോലെ കാറിൻ്റെ ഷേപ്പുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും. അവിടെ റെൻ്റിലെടുത്ത് നമുക്ക് തിരിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്ത്യൻ പവലിയൻ്റെ അടുത്തായിട്ട് തന്നെ ഓപ്പോസിറ്റായിട്ട് ഉള്ളിൽ ഈ പറയുന്ന 2 ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇത് വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തായ്ലൻഡിനുള്ളിൽ തന്നെ തായ് മസാജിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടുത്തെ ഈ പവലിയൻ്റെ ഉള്ളിലും മറ്റുമായിട്ട് നമുക്ക് ഏകദേശം ഒരു 90 കൺട്രികളുടെ കൾച്ചറെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഷോപ്പിങ്സും ഫുഡ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പീരിയൻസ് ഒക്കെയാണ് എല്ലാ രാജ്യങ്ങളിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ അകത്തൊരു മെയിൻ അട്രാക്ഷന്. ഇപ്പോൾ നമ്മൾ അമേരിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഡാൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. ഓരോ സമയത്തും ഇങ്ങനെ ഓരോരോ കലാപരിപാടികൾ ഇവർ നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ അകത്തെ മറ്റൊരു പ്രത്യേകത. നമ്മൾ കുട്ടികളെയും കൊണ്ട് പോയിരുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി എല്ലാ പവലിയനിലും ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തില്ല. എങ്കിൽ തന്നെയും ഒരു 3-4 മണിക്കൂർ ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പോകാൻ. സാധാരണ ആളുകൾ ഇരിക്കാനുള്ള ചെയറൊക്കെ ആയിട്ട് ആണ് വരുന്നത്. പണ്ട് കാലത്ത് ആദ്യകാലങ്ങളിൽ ഞാൻ വരുന്ന സമയങ്ങളിൽ വിസിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഇവിടെ ഒത്തിരി ചെയർസുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവർ വെള്ളം വീഴുന്ന ഒരു മങ്കിയെ കാണിച്ചിട്ടുണ്ട്. അതിന് ചുറ്റിലും ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം. എങ്കിൽ തന്നെയും കുറേ ആളുകൾ ചെയറൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഒരു സ്റ്റേജാണ്, ബിഗ് സ്റ്റേജാണ്. അവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട്. പക്ഷേ ചില ആളുകൾ ഈ പുല്ലിലാണ് ഇരിക്കുക. അപ്പോൾ അവിടെ കസേര കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഇതിന് ചുറ്റിലുമായിട്ട് ഒത്തിരി പവലിയനുകളുണ്ട്, ഫുഡ് സ്റ്റാളുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ഇരുന്ന് നമ്മൾ ഈ കാണുന്ന എൻ്റർടൈൻമെൻറ്റ് പരിപാടികളെല്ലാം കാണും, എൻ്റർടൈൻ ചെയ്യും. ഒത്തിരി സ്റ്റേജ് ഷോസുകളെല്ലാം ഈ മെയിൻ സ്റ്റേജ് ഷോസ് എല്ലാം അവിടെയാണ് നടക്കുക. കൂടാതെ എല്ലാ പവലിയനുകളിലും അവരുടേതായിട്ടുള്ള ഡാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ കുട്ടികൾക്കും ചിലപ്പോൾ ചാൻസ് കിട്ടാറുണ്ട്. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൊച്ചിന് അവിടെ വന്ന ഗ്ലോബൽ വില്ലേജിൽ പോയി ഡാൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ റെയറായിട്ട് കിട്ടുന്നതാണ്. അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ അവർക്ക് കിട്ടും. നല്ല ഡാൻസറായിട്ടുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഓരോരോ ചാൻസുകൾ കിട്ടാറുണ്ട്. ഇവിടുത്തെ മറ്റൊരു ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ചൈന, തായ്ലാൻഡ് അങ്ങനെയുള്ള പല രാജ്യങ്ങളിലെ ഐറ്റംസ് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇതിൻ്റെ സൈഡിൽ നിൽക്കാം. ഇതിങ്ങനെ ആടി വലിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു അട്രാക്ഷനാണ് ഈ കാണുന്ന ഡാൻസിങ് ഫൗണ്ടന്. കുട്ടികളെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. കൂടാതെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മേജർ ലാൻഡ്മാർക്സ് എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിയ ആ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുക. നമുക്ക് ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ തെറ്റിപ്പോവുകയാണ്, നമ്മൾ എവിടെയാണ് എത്തിയെന്നൊരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മുടെ കാർ എവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത് എന്നൊക്കെ നോക്കി നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. ഇതാണ് മറ്റൊരു സൗകര്യം. പിന്നെ ഇവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അവരെ വിളിക്കാം. ഇവിടുത്തെ പവലിയനിൽ കാര്യങ്ങളെല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര പവലിയനുണ്ട്, എവിടേക്കാണ് എൻ്റർടൈൻമെൻറ്റ് ഉള്ളത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ബോർഡുകളിൽ കൂടെ. കൂടാതെ അവിടുത്തെ സെക്യൂരിറ്റീസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വലിയ കോപ്പറേറ്റീവാണ്. അവർ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞാനിവിടെ എത്തിയത് ഫസാ കാർഡ് വെച്ചാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് റിഡക്ഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഫസാ കാർഡ് ഉണ്ടെങ്കിൽ ഫസാ കാർഡ് വെച്ചിട്ട് ഗ്ലോബൽ വില്ലേജിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ് കിട്ടും. നാച്ചുറലി അല്ലെങ്കിൽ നോർമലി പറയുകയാണെങ്കിൽ
ഇവിടെ 2 രീതിയിലുള്ള ടിക്കറ്റുകളാണ് ഉള്ളത്. വീക്ക് ഡേയ്സിൽ 22.50 ദിറംസ് ആണുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ വീക്കെൻഡ്സിൽ 27 ദിറംസ് ആണ് എനി ഡേ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ടിക്കറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കുറച്ച് സ്ട്രീറ്റുകളും UAEയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രീറ്റുകളും ഫുഡുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ വാങ്ങാം. കറക്ക് കോഫി എന്ന് എഴുതിയ ഒരു ഷോപ്പാണ് കണ്ടത്. അത് അവിടെ നമുക്ക് കറക്ക് ചായ വാങ്ങാൻ കിട്ടും, അതായത് പാൽ ചായ. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിൻ്റെ മെയിൻ ലൊക്കേഷന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് പോകുന്ന വഴിയിൽ, അതായത് E311 എന്ന റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഗ്ലോബൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും പാർക്കിംഗ് ഏരിയയുടെ ലൊക്കേഷനും എല്ലാം ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഈ ഏപ്രിൽ 28-ാം തീയതി മുതൽ തികച്ചും ഫ്രീ ആണ്. കൂടാതെ 65 വയസ്സിന് മുകളിലുള്ളവർക്കും തികച്ചും ഫ്രീ ആണ്. അതുപോലെ ഈ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 PM ഓൺവേർഡ്സ് ആണ് എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങൾ ഈ ഫെസിലിറ്റി ഉപയോഗിക്കുക. Again, thanks for watching Jitin's Tips and Travel. See you again. Bye bye.